ഹലോ കൂട്ടുകാരെ, ഇത് നമ്മുടെ ഒരു ഒളിച്ചോട്ട വീഡിയോയിലേക്ക് സ്വാഗതം. ഒളിച്ചോട്ടം എന്ന് പറഞ്ഞാൽ ചില്ലറ സംഭവം എന്നല്ലാട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പപ്പണിയൊന്നല്ല, നല്ല ടാസ്ക്കാണ്. ചെയ്തവരെയൊക്കെ സമ്മതിക്കണം. നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായതില്ല. അപ്പൊ ഈ പ്രായത്തിലൊരു ഒളിച്ചോട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ എവിടേക്കാ പോണേന്നുള്ളത് പറയാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പോണ വഴിക്കുള്ള നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലൊന്ന് പൈസ ഇട്ടതാട്ടോ, പ്രാർത്ഥിച്ച്. കാരണം ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് ഒളിച്ചോടുന്നത്. പിന്നെ നമ്മളിപ്പോ ഈ പോണ സമയം പാതിരാത്രി 12 മണിയാണ്. അപ്പൊ ദൈവമേ ഈശ്വര, വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോലെന്നായിരുന്നു എന്റെ പ്രാർത്ഥന കേട്ടോ. കാരണം നല്ല ഉറക്കക്ഷീണുണ്ട്. പിന്നെ അത് ഇത്ര റിസ്ക് എടുത്ത് പോണത് ഒളിച്ചോടാന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ പോണത് എന്റെ കെട്ടിയവന്റെ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ആര്യാന്നുള്ളത് വഴിയിൽ കാണും. അങ്ങനെ ഒന്ന് പോവാന്ന് വെച്ച് റെഡി ആയപ്പോ വണ്ടി അത്രയും നേരം കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളോട് സിഗ്നൽ കാണിച്ചൊന്നും ഫ്യൂൽ ഇല്ല എന്നും പറഞ്ഞു. പിന്നെ നോക്കിയപ്പോഴാണെങ്കിലോ ദുഃഖവെള്ളി ആയിരുന്നു, ഒരൊറ്റ പമ്പുമില്ല. അങ്ങനെ ദൈവമേ ഈശ്വരാന്ന് പ്രാർത്ഥിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു പമ്പ് കണ്ടപ്പോ നേരെ അവിടെ കയറി പെട്രോൾ അടിച്ച്. പിന്നെ ഈ പോക്ക് തന്നെ പോക്ക്, വിജനമായ വഴിയിലൂടെയുള്ള യാത്ര. കുറെ നേരമൊക്കെ ആയപ്പോ എന്റെ കണ്ണിങ്ങനെ അടഞ്ഞു പോണ്ടായിട്ടോ. പക്ഷെ രാജേട്ടൻ കുഴപ്പമില്ല, വണ്ടി ഓടിക്കണ്ടേ. അപ്പൊ ഞാൻ ഉറക്കത്തിന് ഞെട്ടിരിക്കും, അയ്യോ ചേട്ടാ നിങ്ങൾ ഉറങ്ങിയെന്നൊക്കെ. ഇല്ല, ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി. അങ്ങനെ വഴി ചോദിക്കാൻ നിന്നപ്പോ അവിടെ ഒരു പൂക്കാരൻ ചേട്ടൻ നിൽക്കണ്ടേ. അപ്പൊ വഴി ചോദിച്ചപ്പോ നമ്മളുടെ പൂവും മേടിച്ച് വെച്ച് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ട് അങ്ങനെ 3-4 മണിക്കൂർ ഡ്രൈവിംഗ് ആയിരുന്നു. അപ്പൊ ഞാനും ചേട്ടനും കേട്ടോ. കുട്ടീസിനെ കൊണ്ടുവന്നിട്ടില്ല. കുട്ടീസ് നല്ല ഉറക്കത്തിന്റെ സമയം. പിന്നെ പിള്ളേരെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് സുഖമല്ല, നമുക്ക് പോവാനും നമുക്കും ബുദ്ധിമുട്ടാണ്, കൊച്ചുങ്ങളുടെ ഉറക്കവും പോവും. അത് കാരണമുണ്ട് അങ്ങനെതാ. അപ്പൊ ചേട്ടനാണെന്നുണ്ടെങ്കിൽ 10-20 വർഷത്തിന് ശേഷം വരുന്നതാട്ടോ ഇവിടെ. ചേട്ടൻ ഗൾഫിൽ പോണതിന് മുന്നേ വരാറുള്ളതാ സ്ഥിരമായിട്ട്, പിന്നെ വന്നിട്ടില്ല. അപ്പൊ ചേട്ടൻ പോണെന്ന് പറഞ്ഞപ്പോ എനിക്കും ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ കുറെ നാളെ എനിക്ക് എന്നെയും കൊണ്ടുപോയി ചേട്ടാന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് അങ്ങനെ ഇന്ന് വരണതാട്ടോ.